നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിന്റെ തിരക്കിലാണ്. ഇതിന്റെ ഭാഗമായി മുൻ LDF MLAയും ഇപ്പോൾ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള യൂണിറ്റ് നേതാവുമായ PB അൻവറിന്റെ പാർട്ടിയെയും CK ജാനുവിന്റെ പാർട്ടിയെയും UDFൽ അസോസിയേറ്റ് അംഗമാക്കിയിരുന്നു. മാസങ്ങൾക്ക് മുൻപ് അൻവറിന്റെ വ്യവസ്ഥകൾ നിരസിച്ച UDF ഇപ്പോൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നത് എന്തിനായിരിക്കുമെന്ന ചോദ്യം ഇതോടകം ഉയർന്നു കഴിഞ്ഞു. അടുത്തതായി MV ശ്രേയംസ് കുമാറിന്റെ രാഷ്ട്രീയ ജനതാദളായിരിക്കും UDFലേക്ക് എത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചന. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന UDF യോഗത്തിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ PV അൻവറിന്റെ TMCയും CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെയും അസോസിയേറ്റ് അംഗങ്ങളായി സ്വീകരിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഇത് UDFന്റെ സീറ്റ് ഷെയറിംഗ് ചർച്ചകൾക്ക് മുൻപായി നടന്ന നീക്കമാണ്. ജനുവരിയോടെ സീറ്റ് വിഭജനം അന്തിമമാക്കുമെന്നും സതീശൻ വ്യക്തമാക്കിയിരുന്നു. അൻവർ 2024 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് UDFനോട് സഹകരണത്തിന് തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ UDF അവയെല്ലാം നിരസിച്ചു. 2025 മെയ് മാസത്തിൽ അൻവർ തന്നെ UDFൽ ചേരാൻ താല്പര്യമില്ലെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ UDFനെ വെല്ലുവിളിച്ച് അൻവർ മത്സര രംഗത്തിറങ്ങിയത് ഏറെ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും കാരണമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ UDF സഖ്യം വിപുലീകരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി ഭയത്തിന്റെ സൂചനയായാണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. പ്രാദേശിക പാർട്ടികളെയെല്ലാം ഒപ്പം കൂട്ടി സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അൻവറിന്റെ TMC കേരളത്തിൽ ചെറുതാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രാദേശിക സ്വാധീനം UDFന് ഗുണകരമാകാം. അൻവറിന്റെ UDF പ്രവേശനം തന്ത്രപരമായ നീക്കമാണ്. അതോടൊപ്പം LDFലെ അസ്വസ്ഥതകൾ ഉപയോഗപ്പെടുത്തി ശ്രേയംസ് കുമാറിനെ പോലുള്ളവരെ ആകർഷിക്കാൻ UDF ശ്രമിക്കുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ സഖ്യങ്ങൾ കേരള രാഷ്ട്രീയത്തെ പുനർനിർണയിക്കും. അൻവറിനെ UDF അസോസിയേറ്റ് അംഗമാക്കിയ നീക്കത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതികരണം അറിയിച്ചിരുന്നു. മുന്നണിയിലെത്തുമ്പോൾ അൻവർ പുലർത്തേണ്ട രാഷ്ട്രീയ മര്യാദകളെ കുറിച്ചാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. UDF അവസര സേവകരുടെ അഭയ കേന്ദ്രമാക്കരുതെന്നും അൻവർ സംയമനം പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടുകൾക്ക് വിരുദ്ധമായി സംസാരിക്കരുതെന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിസ്ഥാന നിലപാടുകളോട് യോജിക്കുന്നവരെ മാത്രമേ ഉൾപ്പെടുത്താവൂ എന്നും മുന്നണിയെ ഒരു വഴിയമ്പലമായി ആരും കാണരുതെന്നും മുന്നണി വിപുലീകരിക്കുമ്പോൾ അതിന്റെ അന്തസ് കാത്തു സൂക്ഷിക്കണമെന്നും അവസരവാദ രാഷ്ട്രീയത്തിന് UDF ഇടം നൽകരുതെന്നും അദ്ദേഹം പറഞ്ഞു. അൻവറിന് മുന്നണിയിലെടുത്തതിന് പിന്നാലെ കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ UDF പ്രവർത്തകർ ആവേശത്തിലാണ്. മന്ത്രി PM മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ അൻവർ മത്സരിക്കണമെന്ന ആവശ്യവുമായി മണ്ഡലത്തിൽ വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകളും ഉയർന്നു കഴിഞ്ഞു.